ഗോഡ്സ് പ്രസൻസ് ഈസ് ദ ചർച്ച് ട്രൂ ഗ്ലോറി. ദൈവസഭയുടെ യഥാർത്ഥ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ ദൈവിക സാന്നിധ്യമാണ്. എത്ര പേര് അതിനൊരു ആമേൻ പറയും അല്ലേ? വെൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ദെയർ ഇൻ ദ ചർച്ച്, ദാറ്റ് ഷോസ് ദാറ്റ് ചർച്ച് ഈസ് ഗ്ലോറിയസ്. ഒരു സഭയുടെ മഹത്വം ആ സഭയുടെ കെട്ടിടങ്ങളല്ല. അതുകൊണ്ട് പറഞ്ഞേക്കാം, ബിൽഡിങ്സ് ഡോണ്ട് മേക്ക് ദ ചർച്ച് ഗ്ലോറിയസ് അല്ലേ? എത്ര വലിയ ഫെസിലിറ്റി, എത്ര വലിയ സാങ്ച്വറി, എത്ര വലിയ കെട്ടിടം പണിഞ്ഞാലും അതിലൊന്നുമല്ല മഹത്വം. പ്രിയപ്പെട്ടവരെ, ഒരു സഭയുടെ മഹത്വം, യഥാർത്ഥ മഹത്വം എന്ന് പറഞ്ഞത് ദൈവ സാന്നിധ്യം ആ സഭയിലുണ്ടെങ്കിൽ, അത് വരുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ, അവിടെ കയറി വരുന്നവർ പറയും, അയ്യോ ഇവിടെ ദൈവമുണ്ട്, ഞങ്ങൾ അറിഞ്ഞില്ല. പുറത്തുള്ളവർ പറയും, അവരുടെ മധ്യേ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് പുറത്തുള്ള ജാതികൾ കർത്താവിനെ സ്തുതിക്കുമെന്ന. പക്ഷേ ഇന്ന് നമ്മൾ സഭകളിലേക്ക് നോക്കുമ്പം ഈ പറയുന്ന ഇങ്ങനെയുള്ള ഒരു മഹത്വവും കാണുന്നില്ല. അതാ സത്യം. പക്ഷേ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും, കർത്താവേ ഇതുപോലുള്ള മഹത്വം, ദൈവിക മഹത്വം ഇറങ്ങി സഭയിൽ വസിക്കുന്നത് കർത്താവെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്കത് അനുഭവിക്കണം. ഐസയ ചാപ്റ്റർ 60 വേഴ്സ് 1 എന്താണ്? Arise, shine, for thy light is come, and the glory of the Lord is risen upon thee. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവ തേജസ്, ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കണം അല്ലേ? ദൈവസഭ ഭൂമിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ തേജസ് ആ സഭയിൽ കാണണം, ദൈവത്തിൻ്റെ മഹത്വത്തോടെ വെളിപ്പെടണം അല്ലേ? ദൈവത്തിൻ്റെ ആ പ്രകാശം അവിടെ പ്രകാശിക്കണം. ചുറ്റും അന്ധകാരമാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ അന്ധകാരം ഉള്ളിടത്താണ് പ്രകാശത്തിൻ്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇതുപോലെ പ്രകാശിക്കുന്നവരാണോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ.